ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിവിടെ സുഖാട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കൊണ്ടു. പിന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ രാവിലക്കത്തെ പരിപാടി കേട്ടോ. രാവിലെ ചായക്ക് കടിക്കുള്ള കറി ഉണ്ടാക്കുകയാണ്. മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ അടുക്കള വിശേഷങ്ങൾ തന്നെ കേട്ടോ എന്നും ഒരു വിധമൊക്കെ ഉണ്ടാവൽ. നമ്മൾ പുറത്തേക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കിതൊക്കെ തന്നെയുള്ള വീഡിയോ ഉണ്ടാവുക ഇടാൻ. അപ്പോൾ നമ്മളിതാ മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടിയിട്ടുണ്ട്. പിന്നെ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും വലിയ ജീരകമൊക്കെ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടിക്കഴിഞ്ഞപ്പോൾ ഞാനതിക്ക് തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതിക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതിക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കറിക്ക് വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കറണ്ട് ഇങ്ങനെ വരും പോവുകയാണ് കേട്ടോ. കറണ്ട് വരുന്നുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് ഇടയ്ക്കോരോ മങ്ങലും ലൈറ്റും ഒക്കെ. പിന്നെ കറിയൊക്കെ നല്ലോണം തിളച്ചപ്പോൾ ഞാൻ അതിക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ കറിയിൽ മുട്ട. അപ്പോൾ ഇതാട്ടോ ഇങ്ങനെയാണ് ഞാൻ കറി ഉണ്ടാക്കിക്കണം, മുട്ടക്കറി ഇന്ന്. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബൂരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. ബൂരിക്കുള്ള പൊടിയൊക്കെ ഞാനവിടെ പിന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണതിൻ്റെ മുന്നേ ആദ്യം അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ചൂടായി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട് ചോറൊക്കെ. അപ്പോൾ സ്കൂളുണ്ടാവുകൊണ്ട് തന്നെ നേരത്തെ ചോറാവണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ അത് ചെയ്തിട്ടാണ് പിന്നെയാണ് കടിക്കൊക്കെ ഒരുങ്ങിയിരിക്കണത്. വേവില്ല അരിയാണ്, അപ്പോൾ വേവണമെങ്കിൽ നേരത്തെ തീമടണം. അപ്പോൾ അതാ ഞാനിനി ബൂരി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബൂരി ഉണ്ടാക്കുന്ന ഭാഗം കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതാ നമ്മളെ ബൂരിയൊക്കെ നല്ലോണം പൊള്ളച്ച് വരുന്നുണ്ട്. അങ്ങനെ മക്കളെ നമ്മളെ ബൂരിയും മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കുകയാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. പിന്നെ എന്താ മുറ്റത്തൊക്കെ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. മുറ്റത്ത് വെള്ളം നിൽക്കുന്നുണ്ട് മഴ പെയ്താൽ. ഇത് ബുധനാഴ്ച രാത്രിക്കാട്ടോ മഴ പെയ്തിരിക്കണത്. പിന്നെ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണിത്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി. അപ്പോൾ വ്യാഴാഴ്ചക്കത്തെ വീഡിയോ ആണിത്. അപ്പോൾ അതാ നമ്മൾ തയ്യലൊക്കെ ഇങ്ങനെ നനഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മുറ്റടിച്ച് വരാൻ ഇറങ്ങിക്കുക കേട്ടോ. മുറ്റം ദിവസം അടിച്ചു പോരണം, അല്ലെങ്കിൽ നിറച്ച ഇലകളുണ്ടാവും. അപ്പോൾ അടിച്ചു പോരിട്ടില്ലെങ്കിൽ റാഹത്താവില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചായയും കടിയൊക്കെ ആയി ചായ കുടി കഴിഞ്ഞിട്ട് ഇറങ്ങും മുറ്റത്തേക്ക് അടിച്ചു പോരാൻ. അത് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മൾ വേറെല്ലാം പണികൾ എടുക്കുക. അപ്പോൾ എന്നും തന്നെ കേട്ടോ ചായയും കടി കഴിഞ്ഞാൽ ഈ പരിപാടി എന്നും ഉണ്ട്. പിന്നെ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചോലോ കഴിഞ്ഞ് ഞാനിതാ കുറച്ച് മത്തി ഉണ്ടാകുന്ന കേട്ടോ. കുഞ്ഞ് മത്തികളാണ്. അപ്പോൾ അത് തലേന്ന് കൊടുന്നതായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഐസൊക്കെ പോയിട്ട് അത് നന്നാക്കി എടുക്കണം. അതുകൊണ്ട് നല്ലൊരു കറി വെക്കണം. അപ്പോൾ അതാ ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കണം. അടിപൊളി കറി എന്ന് പറഞ്ഞാൽ പിന്നെ വാട്ടും തേങ്ങ ഒന്നും അരക്കണമൊന്നുമില്ല കേട്ടോ. തക്കാളി ഉള്ളിയൊന്നും വാട്ടണില്ല, തേങ്ങ ഒന്നും അരക്കാത്ത സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമ്മളിതാ മീൻ കറി വെക്കാൻ നല്ലൊരു മൺചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിക്കൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ നുറുക്കിയിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് തിരുമ്പി ഉടച്ച് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം തിരുമ്പി കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ നല്ലോണം ഉടച്ചതാക്കി കൈ കൊണ്ട് ആക്കിയിട്ട് ഇനി അതിക്ക് പുളി പാർന്ന് കൊടുക്കുക കേട്ടോ. പുളി തിരുമ്പി പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പുളിയൊക്കെ പാർന്ന് പാകത്തിന് കറിക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി അത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ച് നല്ലോണം തിളച്ചൊന്ന് വേവട്ടെ.
അപ്പം ഇങ്ങനത്തെ കറിയാകുമ്പോൾ നമുക്ക് വാട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ, വേഗം ഉണ്ട്. എല്ലാവരും കൂടി ഇട്ട് മസാലപ്പൊടികൾ ഇട്ടുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാൻ, തേങ്ങ അരക്കണ്ട. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ എത്ര കറി വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ വാട്ടിയിട്ടൊക്കെ അല്ലേ വെക്കുക, തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വാട്ടിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വേഗമാണ് കേട്ടോ. അപ്പോൾ എല്ലാതും കൂടി ഇട്ട് അടുപ്പത്തേക്കാണ് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ച് തക്കാളി ഉള്ളിയൊക്കെ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒരതിയൊക്കെ ഉടച്ച് കൊടുത്തിട്ട് നമ്മളെ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ മേലെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി അടച്ച് വെച്ചൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളെ കറിയൊക്കെ മീനിട്ട് കൊടുത്ത് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ അടപ്പൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ, അടപ്പൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നല്ലോണം ഒന്നും കൂടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മീൻ കറി ഇതാണ് കേട്ടോ, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ